നമസ്കാരം. നടുങ്ങുന്ന വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ് പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലുള്ളവർ. അവർ ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതും ഇരട്ട കൊലപാതകങ്ങൾ. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലാണ് ഞെട്ടിക്കുന്ന ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അരുംകുല തന്നെ എന്ന് പറയാം. ഇവിടുത്തെ താമസക്കാരായ സുധാകരനെയും അമ്മയെയുമാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 58 വയസ്സുകാരനായ സുധാകരൻ, 76 വയസ്സുള്ള അമ്മ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ അജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങിയ പ്രതി രാവിലെയോടെ സുധാകരൻ്റെ വീട്ടിലെത്തി 2 പേരെയും കൊലപ്പെടുത്തുകയായിരുന്നു. മുൻവൈരാഗ്യം കൊണ്ടാണ് കൊലപാതകം എന്നാണ് നിഗമനം. രാവിലെയോടെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2019 ചെന്താമര അജിതയെ കൊലപ്പെടുത്തിയത്. 4 വർഷത്തിന് ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. അരുംകൊല നടത്തി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചെന്താമരയും ഭാര്യയും അകന്ന് കഴിയുകയാണ്. തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണം അജിതയാണ് എന്ന സംശയത്തിൻ്റെ പേരിലാണ് ചെന്താമര അന്ന് അജിതയെ കൊലപ്പെടുത്തിയത്. എന്നാൽ ഈ വൈരാഗ്യം സുധാകരനിലേക്കും അമ്മയിലേക്കും നീങ്ങിയത് എന്തെന്ന ചോദ്യവും ഇപ്പോൾ ബാക്കിയാവുകയാണ്. അജിതയെ കൊന്ന കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസം മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. ചെന്താമര നാട്ടിലെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഭയാശങ്കയിലായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്നാണ് അവർ പറയുന്നത്. പലരും ഇയാളുടെ രീതികളെ പേടിയോടെയാണ് കാണുന്നത്. ഇയാൾക്ക് നേരത്തെ തന്നെ ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായാലും വലിയ അടുപ്പം ഇയാളോട് കാണിക്കാൻ പോകില്ലായിരുന്നു. ഇയാൾ വീണ്ടും ആരെങ്കിലും കൊലപ്പെടുത്തുമോ എന്ന സംശയം നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യം വാർഡ് മെമ്പർ മുഖാന്തരം പോലീസിലും അറിയിച്ചിരുന്നു. നിരവധി പരാതികളും വന്നിരുന്നു. ഇതിനിടെയാണ് നാട്ടുകാർ ഭയന്ന പോലെ തന്നെ ആദ്യം കൊലപ്പെടുത്തിയ സ്ത്രീയുടെ വീട്ടിൽ തന്നെ കയറി വീണ്ടും 2 പേരെ കൂടെ ചെന്താമര കൊലപ്പെടുത്തിയത്. കുടുംബത്തിലെ 3 പേരെയും കൊലപ്പെടുത്തുമെന്ന് മുൻപും ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 മാസമായി ജാമ്യത്തിൽ കഴിയുന്ന ആളുടെ കാര്യത്തിൽ പോലീസ് ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഈ അരുംകൊല സംഭവിക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അയൽവാസിയായ കുടുംബത്തോട് അടങ്ങാത്ത പക കൊണ്ടാണ് ചെന്താമര കൃത്യം നടത്തിയത്. വീട്ടിൽ പ്രായമായ 2 പേരുള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെയും അവർക്ക് സുരക്ഷയൊടുക്കാൻ നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടത്. അവരാൽ കഴിയുന്ന വിധം പ്രദേശവാസികളും അയൽക്കാരും എല്ലാം തന്നെ ഇവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും കേരളക്കരയെ ഞെട്ടിച്ച ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്.